വെൽക്കം ടു ഹിന്ദി ഹബ്. ഡിയർ സ്റ്റുഡൻസ്, എട്ടാം ക്ലാസ്സിലെ ഫസ്റ്റ് യൂണിറ്റിലെ സെക്കൻഡ് ചാപ്റ്റർ ആയ ജൂലിയ ഔർ ലൂന എന്ന കഹാനിയിലെ ക്വസ്റ്റ്യൻ ആൻസറുകളും ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസുമാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. मैं नहीं उतरूंगी, लड़की के इस निर्णय पर आपका विचार क्या है? मैं नहीं उतरूंगी, ഞാൻ ഇറങ്ങില്ല. ലഡ്കിക്ക് ഈസ് നിർണയ് പർ ആപ്കാ വിചാർ ക്യാ ഹൈ, പെൺകുട്ടിയുടെ ഈ തീരുമാനത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എന്തുകൊണ്ടാണ് പെൺകുട്ടി ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞത്? लड़की का निर्णय सही था क्योंकि वह पेड़ को बचाना चाहती थी. പെൺകുട്ടിയുടെ തീരുമാനം ശരിയായിരുന്നു, അവൾ മരത്തെ രക്ഷിക്കാൻ ആഗ്രഹിച്ചിരുന്നു. ലഡ്കി കാ നിർണയ് സഹിത, പെൺകുട്ടിയുടെ തീരുമാനം ശരിയായിരുന്നു. ക്യോങ്കി, കാരണം, വഹ് പേട് കോ, അവൾ മരത്തെ, ബച്ചാന, രക്ഷിക്കാൻ, ചാഹ്തീതി, ആഗ്രഹിച്ചിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലഡ്കി ചഹചഹായി, യഹാ ചഹചഹായി ശബ്ദ കാ പ്രयोग ക്യോं കിയാ ഹോഗാ? ലഡ്കി ചഹചഹായി, പെൺകുട്ടി ചിലച്ചു. ഇവിടെ എന്തുകൊണ്ടാണ് ചഹചഹായി എന്ന വേർഡ് ഉപയോഗിച്ചത്? ചഹചഹായി എന്ന വാക്ക് സാധാരണയായി പക്ഷികളുടെ ശബ്ദത്തെ സൂചിപ്പിക്കാനാണ് ഉപയോഗിക്കാറുള്ളത്. അല്ലെങ്കിൽ ചിലപ്പോൾ സാഹിത്യ ഭാഷയിൽ സന്തോഷത്തെ സൂചിപ്പിക്കാനും ഈ വേർഡ് ഉപയോഗിക്കാറുണ്ട്. ഇവിടെ എന്തുകൊണ്ടാവും ആ വേർഡ് ഉപയോഗിച്ചത്? ആൻസർ നോക്കൂ. വഹ് പേട് പർ ചിടിയോം കി തരഹ് ബഹുത്ത് ഖുഷ് തി, അവൾ മരത്തില് പക്ഷികളെ പോലെ വളരെ ഹാപ്പി ആയിരുന്നു. ഇസ്ലിയെ ഇസ് ശബ്ദ കാ പ്രयोग കിയ, അതുകൊണ്ടാണ് ഈ വേർഡ് ഉപയോഗിച്ചത്. ജൂലിയ മരത്തില് പക്ഷികളെ പോലെ വളരെ ഹാപ്പി ആയിരുന്നു, അതുകൊണ്ടാണ് ആ വേർഡ് ഇവിടെ ഉപയോഗിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 738 दिनों तक पेड़ काटने का इंतजार करने के बाद एक दिन वे आदमी चुपचाप वहां से जाने लगे. മരം മുറിക്കാൻ 738 ദിവസം കാത്തിരുന്ന ശേഷം ഒരു ദിവസം ആ മനുഷ്യർ നിശബ്ദമായി പോയി. ഇസ് പർ ആപ്കാ വിചാർ ക്യാ ഹെ, ഇതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇന്തസാർ കർണ, കാത്തിരിക്കുക. ചുപ്ചാപ്പ്, നിശബ്ദമായി. ആൻസർ. लड़की के साहस, पेड़ के प्रति उसके प्रेम और लोगों के समर्थन को देखकर आदमी डर गए. ലഡ്കി കെ സാഹസ്, പെൺകുട്ടിയുടെ ധൈര്യവും, പേട് കെ പ്രതി ഉസ്കെ പ്രേം, മരത്തോടുള്ള അവളുടെ സ്നേഹവും, അവർ ലോകവും കെ സമർത്ഥൻ, ജനങ്ങളുടെ പിന്തുണയും, ദേക്ക് കർ, കണ്ടിട്ട്, ആത്മി ഡർ ഗയേ, ആളുകൾ ഭയന്നുപോയി. പെൺകുട്ടിയുടെ ധൈര്യവും മരത്തോടുള്ള അവളുടെ സ്നേഹവും ആളുകളുടെ പിന്തുണയും ഒക്കെ കണ്ടപ്പോൾ ആ വന്ന ആളുകളെ, മരം മുറിക്കാൻ വന്ന ആളുകളെ ഡർ ഗയേ, ഭയപ്പെട്ടു. इसलिए वे पेड़ काटने का विचार छोड़कर चुपचाप चले गए. इसलिए അതുകൊണ്ട് വേ അവർ പേട് കാടനെ കാ വിചാർ, മരം മുറിക്കുക എന്ന ആശയം, ചോടുകർ ഉപേക്ഷിച്ച്, ചുപ്ചാപ്പ് ചലേകെ, മിണ്ടാതെ പോയി. അങ്ങനെ അവർ മരം മുറിക്കാനുള്ള ആശയം ഉപേക്ഷിച്ച് നിശബ്ദമായി പോയി. ഇനി ആക്ടിവിറ്റീസ് നോക്കാം. നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റി, കഹാനി കെ ആധാർ പർ സഹി പ്രസ്താവ് ചുൻകർ ലിഖേ, കഥയെ അടിസ്ഥാനപ്പെടുത്തി ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതുക. ഇവിടെ 5 സെന്റൻസ് തന്നിട്ടുണ്ട് അല്ലെ, അതിൽ ശരിയായത് എടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ലഡ്കിനെ ചുനൗത്തിയോം കാ സാമന കിയ, പെൺകുട്ടി വെല്ലുവിളികളെ നേരിട്ടു. ശരിയല്ലേ? ശരിയാണ്. ലഡ്കിനെ വിപത്തി മേ പേട് കോ ഛോഡ് ദിയ, പ്രതിസന്ധി വന്നപ്പോൾ പെൺകുട്ടി മരത്തെ ഉപേക്ഷിച്ചു പോയി. ശരിയാണോ? അല്ല. ലഡ്കിനെ ജീവൻ കി സുവിധായം ഛോഡ് ദി, പെൺകുട്ടി ജീവിതത്തിലെ സുഖ സൗകര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചു. ശരിയല്ലേ? ലഡ്കി സേഠ് കെ അജീബോ ഗരീബ് തർക്കീബോം സെ ഡർ ഗയി, പെൺകുട്ടി സേഠിന്റെ വിചിത്രമായ തന്ത്രങ്ങളൊക്കെ കണ്ട് ഭയന്ന് പോയി. ശരിയല്ല അല്ലെ? ലഡ്കി അപ്പനി ദോസ്തി പർ അടൽ രഹി, പെൺകുട്ടി തന്റെ ഫ്രണ്ട്ഷിപ്പില് ഉറച്ചു നിന്നു, തന്റെ സൗഹൃദത്തില് ഉറച്ചു നിന്നു. ശരിയാണ്. ഇവ മൂന്നുമാണ് ശരിയായ പ്രസ്താവന. നെക്സ്റ്റ്, നമൂനയ്ക്ക് അനുസാർ വാക്യോം കാ പുനർലേഖൻ കരേ, മാതൃക പോലെ വാക്യത്തെ മാറ്റി എഴുതണം.
ഇവിടെ ഒരു മാതൃക കൊടുത്തിട്ടുണ്ട്. മേം നെഹീം ഉത്തരൂങ്കി, ഞാൻ ഇറങ്ങില്ല. ലടുക്കി ചില്ലായി, പെൺകുട്ടി ഉച്ചത്തിൽ പറഞ്ഞു. ലടുക്കി ചില്ലായി കി മേം നെഹി ഉത്തരൂങ്കി, പെൺകുട്ടി ഉച്ചത്തിൽ പറഞ്ഞു, എന്തെന്നാൽ ഞാൻ ഇറങ്ങില്ല. ഇവിടെ കീ ചേർത്ത് എഴുതിയിരിക്കുന്നു അല്ലെ. കീ എന്നാൽ എന്തെന്നാൽ എന്നാണ് അർത്ഥം. അതുപോലെ ഇവിടെ തന്നിട്ടുള്ള ബാക്കി 4 ക്വസ്റ്റ്യൻസും കീ ചേർത്ത് എഴുതണം. അതായത് കീ ഉപയോഗിച്ച് എഴുതുമ്പോൾ ആദ്യം ആരെങ്കിലും പറഞ്ഞു, ചോദിച്ചു, ചിന്തിച്ചു തുടങ്ങിയ സെന്റൻസ് ആണ് ആദ്യം എഴുതേണ്ടത്. അതിനുശേഷം കീ ചേർക്കണം. പിന്നെ അവർ എന്താണ് പറഞ്ഞത് അല്ലെങ്കിൽ അവർ എന്താണ് ചോദിച്ചത് എന്ന് വരുന്ന സെന്റൻസ് എഴുതണം. കീ ചേർത്ത് എഴുതുമ്പോൾ ഇൻവെർട്ടഡ് കോമ ഉപയോഗിക്കേണ്ടതില്ല. ആദ്യം ആരെങ്കിലും പറഞ്ഞു എന്ന വേർഡ് എഴുതുക, പിന്നീട് കീ ചേർക്കുക, പിന്നീട് പറഞ്ഞ കാര്യം. അതുപോലെ ആരെങ്കിലും ചിന്തിച്ചതാണെങ്കിൽ ചിന്തിച്ചു എന്ന് പറയുന്ന വേർഡ് ആദ്യം എഴുതുക, പിന്നീട് കീ ചേർക്കുക, പിന്നീടാണ് അവർ ചിന്തിച്ച കാര്യം എഴുതേണ്ടത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ലടുക്കി ചില്ലായി, പെൺകുട്ടി ഉച്ചത്തിൽ പറഞ്ഞു. കി എന്തെന്നാൽ മേം നെഹി ഉത്തരൂങ്കി, ഞാൻ ഇറങ്ങില്ല. അവർ പറഞ്ഞ കാര്യം പിന്നീടാണ് ചേർത്തിട്ടുള്ളത്. നോക്കാം. ആത്മീയോംനെ സോച്ച, ആഖിർ കഭി തോ ഉത്തരേങ്കി തബ് കാട്ടേങ്കെ പേടുക്കോ. ആളുകൾ വിചാരിച്ചു, അവസാനം എന്തായാലും അവൾ താഴെ ഇറങ്ങും, അപ്പോൾ നമുക്ക് മരം വെട്ടാം. ആത്മീയോംനെ സോച്ച, ആളുകൾ ചിന്തിച്ചു. ഇവിടെ എന്താണ് ചിന്തിച്ചത് എന്നാണ് ഇൻവെർട്ടഡ് കോമയിൽ കൊടുത്തിട്ടുള്ളത്. ദെൻ എങ്ങനെ എഴുതാം? ആത്മീയോംനെ സോച്ച കി ആഖിർ കഭി തോ ഉത്തരേങ്കി തബ് കാട്ടേങ്കെ പേടുക്കോ. നെക്സ്റ്റ്, കഹാനി പഠിക്കർ സുനാവൂ, കഭി ലടുക്കി പേട് സെ പൂച്ചത്തി. കഥ വായിച്ച് കേൾപ്പിക്കട്ടെ, ഇടക്ക് പെൺകുട്ടി മരത്തോട് ചോദിക്കുമായിരുന്നു. ആൻസർ, കഭി ലടുക്കി പേട് സെ പൂച്ചത്തി കി കഹാനി പഠിക്കർ സുനാവൂ. നെക്സ്റ്റ്, തും ഹമാരി ദോസ്തി കഭി നഹി തോട് പാओगे. നിങ്ങൾക്ക് ഞങ്ങളുടെ സൗഹൃദം ഒരിക്കലും തകർക്കാൻ കഴിയില്ല. ലടുക്കിനെ കഹ, പെൺകുട്ടി പറഞ്ഞു. ദെൻ ആൻസർ, ലടുക്കിനെ കഹ കി തും ഹമാരി ദോസ്തി കഭി നഹി തോട് പാओगे. लड़की ने बताया, वादा करो यहाँ से किसी भी पेड़ को कभी नहीं काटोगे. പെൺകുട്ടി പറഞ്ഞു, ഇവിടെയുള്ള ഒരു മരവും ഒരിക്കലും വെട്ടില്ലെന്ന് വാഗ്ദാനം ചെയ്യണം, വാക്ക് തരണം. आंसर, लड़की ने बताया कि वादा करो यहाँ के किसी भी पेड़ को कभी नहीं काटोगे. ഇങ്ങനെയാണ് എഴുതേണ്ടത്. നെക്സ്റ്റ്, തയ്യാർ കരേ, തയ്യാറാക്കുക. ജൂലിയ और लूना की अनोखी दोस्ती का किस्सा दुनिया भर में मशहूर हो गया. ജൂലിയയുടെയും ലൂണയുടെയും അതുല്യമായ സൗഹൃദത്തിന്റെ കഥ ലോകമെമ്പാടും ഫേമസ് ആയി. കഹീം കഹീം ലൂണാക്കെ സംരക്ഷൺ പർ പോസ്റ്റർ നിക്കൽനെ ലഗെ. ലൂണയുടെ സംരക്ഷണം ആവശ്യപ്പെട്ട് വിവിധ സ്ഥലങ്ങളിൽ പോസ്റ്ററുകൾ ഇറങ്ങാൻ തുടങ്ങി. ആപ്പ് ബി ലൂണാക്കെ സംരക്ഷൺ പർ പോസ്റ്റർ തയ്യാർ കരേ. നിങ്ങളും ലൂണയുടെ സംരക്ഷണത്തെ കുറിച്ചൊരു പോസ്റ്റർ തയ്യാറാക്കണം. ലൂണയുടെ സംരക്ഷണത്തെ കുറിച്ചിട്ടാണ് പോസ്റ്റർ തയ്യാറാക്കേണ്ടത്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് പോസ്റ്റർ റെഡിയാക്കേണ്ടത്? ഒരു മരമൊക്കെ വരച്ചിട്ട് വേണം പോസ്റ്റർ റെഡിയാക്കാൻ. ഇവിടെ ഒരു പോസ്റ്റർ കൊടുത്തിട്ടുണ്ട്. ലൂണാക്കോ ബച്ചായേ, ലൂണയെ രക്ഷിക്കണം. പേടോം കി രക്ഷാക്കരെ, മരങ്ങളെ സംരക്ഷിക്കണം. ജൂലിയാനെ ലൂണാക്കി രക്ഷാക്കി, ജൂലിയ ലൂണയെ സംരക്ഷിച്ചു. ആവോ ഹംബി പേടോം കെ ബച്ചായേം, വരൂ നമുക്കും മരങ്ങളെ സംരക്ഷിക്കാം. പേട് ബച്ചാവോ പ്രകൃതി ബച്ചാവോ, മരം സംരക്ഷിക്കൂ പ്രകൃതിയെ സംരക്ഷിക്കൂ. ഇവിടെ ലൂണ, ഹമാരി ദോസ്ത് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അല്ലെ മരത്തിലെ. ഇതുപോലെ തന്നെ പോസ്റ്റർ എഴുതണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. നിങ്ങളുടേതായ രീതിയിൽ ഒരു പിക്ചറൊക്കെ വരച്ചിട്ട് ഇതുമായി ബന്ധപ്പെട്ട പോയിന്റ്സുകളൊക്കെ കൊടുത്ത് എഴുതിയാൽ മതി. നെക്സ്റ്റ്, ലിഖേ എഴുതുക.
738 दिनों तक पेड़ काटने का इंतजार करने के बाद एक दिन वे आदमी चुपचाप वहां से जाने लगे. മരം മുറിക്കാൻ 738 ദിവസം കാത്തിരുന്ന ശേഷം ഒരു ദിവസം ആളുകൾ അവിടെ നിന്ന് നിശബ്ദമായി പോവാൻ തുടങ്ങി. വാദാ കരോ യഹാം കെ കിസി ഭി പേഡ് കോ കഭി നഹീ കാട്ടോങ്കെ. ഇവിടെയുള്ള ഒരു മരവും മുറിക്കില്ല എന്ന് എനിക്ക് വാക്ക് തരൂ. ലഡ്കിനെ സേട്ട് സെ വാദാ ലേ ലിയ. പെൺകുട്ടി സേട്ടിന്റെ കയ്യിൽ നിന്ന് വാഗ്ദാനം വാങ്ങിച്ചു. इस प्रसंग पर ജൂലിയ और സേട്ട് के बीच की बातचीत तैयार करें. ഈ വിഷയത്തെക്കുറിച്ച് ജൂലിയയും സേട്ടും തമ്മിലുള്ള സംഭാഷണമാണ് തയ്യാറാക്കേണ്ടത്. ഇവിടെ ആളുകൾ മരം മുറിക്കാതെ മടങ്ങി പോവുകയാണ്. ആ സമയത്ത് ജൂലിയ സേട്ടിന്റെ കയ്യിൽ നിന്ന് ഒരു വാഗ്ദാനം വാങ്ങിക്കുകയാണ്. ആ സമയത്ത് ജൂലിയയും സേട്ടും തമ്മിലുള്ള സംഭാഷണമാണ് എഴുതേണ്ടത്. നോക്കൂ. സേട്ട് ജൂലിയ അബ് ഹം യഹാം സെ ജാ രഹേ ഹൈ. ജൂലിയ ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് പോവുകയാണ്. ജൂലിയ സേട്ട് ജി ക്യാ ആപ് അബ് ഭി ഇസ് പേട് കോ കാട്ട്നാ ചാഹ്തേ ഹൈ. നിങ്ങൾ ഇപ്പോഴും ഈ മരം വെട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടോ? സേട്ട് നഹീം ബിടിയ. ഇല്ല മോളെ. തുമ്നെ 738 ദിൻ തക് ഇസ് പേട് കി രക്ഷാ കി. നീ 738 ദിവസം ഈ മരത്തെ സംരക്ഷിച്ചു. ഔർ അബ് ഹം ഹാർ മാൻ ചുക്കേ ഹൈ. ഇപ്പോൾ ഞങ്ങൾ തോൽവി സമ്മതിച്ചിരിക്കുന്നു. ജൂലിയ तो फिर जाने से पहले मुझसे एक वादा कीजिए. എന്നാൽ പോകുന്നതിന് മുൻപ് എന്നോടൊരു വാഗ്ദാനം തരൂ. എനിക്കൊരു വാക്ക് തരൂ. कि अब यहाँ के किसी भी पेड़ को नहीं काटा जाएगा. ഇനി ഇവിടെയുള്ള ഒരു മരവും വെട്ടുകയില്ല എന്ന്. ഇനി ഇവിടെയുള്ള ഒരു മരവും വെട്ടുകയില്ല എന്ന് നിങ്ങൾ പോകുന്നതിന് മുൻപ് എനിക്ക് വാക്ക് തരണം. സേട്ട് ഹാം ബിട്ടിയ. അതേ മോളെ. മേം യഹ് വാദാ കർത്താഹും. ഞാൻ ഈ വാഗ്ദാനം തന്നിരിക്കുന്നു. कि अब किसी भी पेड़ को नहीं काटेगा. ഇനി മുതൽ ഇവിടെയുള്ള ഒരു മരവും മുറിക്കില്ല എന്ന്. ജൂലിയ ധന്യവാദ് സേഠ് ജി. നന്ദി സേഠ് ജി. മുझे बहुत खुशी है कि आपने पेड़ों का महत्व समझ लिया. നിങ്ങൾ മരങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. സേഠ് ധന്യവാദ് ജൂലിയ. നന്ദി ജൂലിയ. തുമ്നെ ഹമേം പ്രകൃതി ഔർ പേടോം കാ മഹത്വ സമച്ചായ. നീയാണ് ഞങ്ങൾക്ക് പ്രകൃതിയുടെയും മരത്തിന്റെയും മഹത്വം മനസ്സിലാക്കി തന്നത്. ജൂലിയ പേടോം കി രക്ഷാ കർണ ഹം സബ്കാ കർത്തവ്യ ഹേ. മരങ്ങളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. ഇങ്ങനൊരു സംഭാഷണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടേതായ രീതിയിലും നിങ്ങൾക്ക് എഴുതാം. നെക്സ്റ്റ് കഹാനി കി ഘടനാओं को क्रम से लिखे. കഥയിലെ ഓരോ സംഭവങ്ങളും ക്രമപ്പെടുത്തി എഴുതുക. एक रोज कुछ हट्टे कट्टे आदमी एक बड़े से पेड़ को काटने पहुंचे. ഒരു ദിവസം കുറച്ച് ശക്തരായ ആളുകൾ ഒരു വലിയ മരം മുറിക്കാനെത്തി. ലഡ്കി और पेड़ के इर्द गिर्द हजारों लोग इकट्ठा होने लगे. പെൺകുട്ടിയുടെയും മരത്തിന്റെയും ചുറ്റും ആയിരക്കണക്കിന് ആളുകൾ വന്നു ചേരാൻ തുടങ്ങി. कई दिनों तक पेड़ काटने का इंतजार करने के बाद एक दिन वे आदमी चुपचाप वहां से जाने लगे. ദിവസങ്ങളോളം മരം മുറിക്കാൻ കാത്തിരുന്നതിനു ശേഷം ഒരു ദിവസം ആളുകൾ നിശബ്ദമായി അവിടെ നിന്ന് പോവാൻ തുടങ്ങി. ഹട്ടെ കട്ടെ ആദ്മിയോ കെ സേഠ് അജീബോ ഗരീബ് തർക്കീബെ ലഗായി. ശക്തരായ ആളുകളുടെ മുതലാളി അതായത് സേഠ് വിചിത്രമായ പല തന്ത്രങ്ങളും പ്രയോഗിച്ചു. ലഡ്കി നെ ചിടിയോം കി തരഹ് പേട് പർ അപ്നാ ഗോംസ്ല ബനാ ലിയ. പെൺകുട്ടി പക്ഷികളെ പോലെ തനിക്ക് മരത്തിൽ ഒരു കൂടുണ്ടാക്കി. ലഡ്കി ചഡ് പേട് പർ ചഡ് ഗയ. പെൺകുട്ടി പെട്ടെന്ന് മരത്തിൽ കയറി. ഇത് എങ്ങനെയാണ് ക്രമപ്പെടുത്തുന്നത്? പാഠഭാഗം വായിച്ച് മനസ്സിലാക്കിയ മക്കൾക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇങ്ങനെയാണ് ആൻസർ വരുന്നത്. नेक्स्ट देश का विकास और प्रकृति संरक्षण विषय पर चर्चा चलाए और लघु लेख तैयार करें. ദേശീയ വികസനവും പ്രകൃതി സംരക്ഷണവും എന്ന വിഷയത്തെക്കുറിച്ച് ചർച്ച നടത്തുക. ലഘുലേഖനം തയ്യാറാക്കുക. ലേഖനം തയ്യാറാക്കുമ്പോൾ ഒരു ഹെഡിങ് കൊടുക്കണം.
देश का विकास और പ്രകൃതി സംരക്ഷൺ एक दूसरे के पूरक है. രാജ്യത്തിന്റെ വികസനവും പ്രകൃതി സംരക്ഷണവും എന്നത് പരസ്പരം പൂരകങ്ങളാണ്. विकास के साथ साथ पर्यावरण की सुरक्षा भी आवश्यक है. വികസനത്തിന്റെ കൂടെ തന്നെ പരിസ്ഥിതി സംരക്ഷണവും ആവശ്യമാണ്. पर्यावरण പരിസ്ഥിതി. पेड़ पौधे नदियां मिट्टी और वायु हमारे जीवन का आधार है. മരങ്ങൾ, ചെടികൾ, നദികൾ, മണ്ണ്, വായു എന്നിവ നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനമാണ്. ആധാർ അടിസ്ഥാനം. प्राकृतिक संसाधनों का सही उपयोग करना हमारा जिम्मेदारी है. പ്രകൃതി വിഭവങ്ങളെയൊക്കെ ശരിയായി ഉപയോഗിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ജിമ്മേദാരി ഉത്തരവാദിത്തം. इनके दुरुपयोग से पर्यावरण को नुकसान पहुंचता है. ഇവയുടെ ദുരുപയോഗം പരിസ്ഥിതിക്ക് ദോഷം വരുത്തുന്നു. നുക്സാൻ ദോഷം. ഹമേം പേടോം കി രക്ഷ കർണ ചാഹിയെ. നമ്മൾ മരങ്ങളെ സംരക്ഷിക്കണം. ഔർ പ്രദൂഷൺ കോ കം കർണ ചാഹിയെ. അതുപോലെ മലിനീകരണം കുറക്കുകയും വേണം. പ്രദൂഷൺ മലിനീകരണം. सतत विकास के देश की प्रगति और प्रकृति की सुरक्षा दोनों संभव है. സുസ്ഥിര വികസനത്തിലൂടെ രാജ്യത്തിന്റെ പുരോഗതിയും പ്രകൃതിയുടെ സംരക്ഷണവും ഒരുപോലെ സാധിക്കും. സതൻ വികാസ് സുസ്ഥിര വികസനം, പ്രഗതി പുരോഗതി. इसलिए അതുകൊണ്ട് प्रत्येक व्यक्ति को प्रकृति संरक्षण में अपना योगदान देना चाहिए. ഓരോ വ്യക്തികളും പ്രകൃതി സംരക്ഷണത്തിന് സ്വന്തം സംഭാവന നൽകണം. യോഗദാൻ തന്റേതായ സംഭാവന, അതായത് പങ്ക്. ഓരോ വ്യക്തികളും പ്രകൃതി സംരക്ഷണത്തിൽ തന്റേതായ പങ്ക് വഹിക്കണം. ഇവിടെ 8 സെന്റൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഒരു 6 സെന്റൻസ് എങ്കിലും നിങ്ങൾ പഠിക്കണം. नेक्स्ट, जून और जुलाई महीने के विशेष दिवसों को पहचाने. नमूने के अनुसार कम से कम 5 ദിവസോं की सूची बनाए. ജൂൺ ജൂലൈ മാസത്തിലെ പ്രത്യേക ദിവസങ്ങൾ തിരിച്ചറിയുക. ഇവിടെ തന്ന മാതൃക അനുസരിച്ച് കുറഞ്ഞത് 5 ദിവസമെങ്കിലും നിങ്ങൾ ഇവിടെ രേഖപ്പെടുത്തുക. 5 ജൂൺ വിശ്വ പര്യാവരൺ ദിവസ് എന്ന് തന്നിട്ടുണ്ട്. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം എന്ന്. ജൂൺ മാസത്തിലെ 5 വിശേഷ ദിവസങ്ങളും ജൂലൈയിലെ 5 വിശേഷ ദിവസങ്ങളും കൊടുക്കണം. ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ്, ഇനെ പഹിച്ചാനെ, ഇവരെ തിരിച്ചറിയുക. സുന്ദർലാൽ ബഹുഗുണ, അദ്ദേഹത്തിന്റെ ജനനവും മരണവും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഭാരത് के एक महान पर्यावरण चिंतक एवं चिपको आंदोलन के प्रमुख नेता थे. इन्होंने हिमालय के पर्वतीय क्षेत्रों में वनों के संरक्षण के लिए संघर्ष किया. ഭാരതത്തിലെ ഒരു പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനും ചിപ്കോ പ്രസ്ഥാനത്തിന്റെ പ്രമുഖ നേതാവുമായിരുന്നു ഇദ്ദേഹം. ഹിമാലയൻ പർവ്വത നിരകളിലെ വനസംരക്ഷണത്തിന് വേണ്ടി അദ്ദേഹം പോരാടി. പരിസ്ഥിതി പ്രവർത്തകനാണ് അല്ലെ. പ്രകൃതി സംരക്ഷണ के लिए कार्यरत प्रसिद्ध व्यक्तियों पर विशेषांक निकले. പ്രകൃതി സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന പ്രശസ്ത വ്യക്തികളെ കുറിച്ച് ഒരു ലേഖം പുറത്തിറക്കുക. ചില വ്യക്തികളുടെ പേര് വിവരങ്ങൾ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഇവിടെ 2 പേരുടെ പിക്ചറും അവരുടെ വിവരണങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് നോക്കി മനസ്സിലാക്കുമല്ലോ അല്ലേ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തണം. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ. താങ്ക് യു.